സംസ്ഥാന സർക്കാരിനെതിരെ ഗുരുതരമായ ഡേറ്റ ചോർച്ച ആരോപണങ്ങളുമായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല വീണ്ടും രംഗത്ത്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ ചോർന്നതിന് പിന്നാലെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ വ്യക്തിഗത വിവരങ്ങളും സർക്കാർ സ്വകാര്യ ഏജൻസികൾക്ക് ചോർത്തി നൽകിയെന്നാണ് ചെന്നിത്തലയുടെ പുതിയ വെളിപ്പെടുത്തൽ. ഇത് ഡിജിറ്റൽ വ്യക്തിഗത ഡേറ്റ സംരക്ഷണ നിയമത്തിന്റെ നഗ്നമായ ലംഘനമാണെന്ന് അദ്ദേഹം ആരോപിച്ചു. ആരോപണങ്ങളെ ശരിവെക്കുന്ന നിർണായക രേഖകളും ചെന്നിത്തല പുറത്തുവിട്ടു. പെൻഷൻ ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി സാംബശിവ റാവു മിഷൻ ഡയറക്ടർക്ക് അയച്ച കത്താണ് ഇതിൽ പ്രധാനം. മുഖ്യമന്ത്രിയുടെ ബിസിനസ് വാട്സപ്പ് അക്കൗണ്ടിലൂടെ പെൻഷൻകാർക്ക് ബൾക്ക് മെസ്സേജുകൾ അയക്കാൻ മുംബൈ ആസ്ഥാനമായുള്ള സ്വകാര്യ IT ഏജൻസിയെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനായി ലക്ഷക്കണക്കിന് ആളുകളുടെ സ്വകാര്യ വിവരങ്ങൾ കൈമാറിയെന്നാണ് ആരോപണം. നിയമവിരുദ്ധ ശേഖരണം നടന്നുവെന്നാണ് ആരോപണം. വ്യക്തികളുടെ പേര്, ഫോൺ നമ്പർ, ജില്ല, വാർഡ് എന്നിങ്ങനെയുള്ള അതീവ രഹസ്യമായ വിവരങ്ങളാണ് സർക്കാർ നിയമവിരുദ്ധമായി സ്വകാര്യ കമ്പനിക്ക് നൽകിയത്. ഫെബ്രുവരി 19, 20 തീയതികളിലായി ഏകദേശം 1 കോടിയോളം ആളുകൾക്കാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇത്തരത്തിൽ സന്ദേശങ്ങൾ അയച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വോട്ടർമാരെ സ്വാധീനിക്കാൻ സർക്കാർ സംവിധാനത്തെ ദുരുപയോഗം ചെയ്യുകയാണ്. സർക്കാർ സേവനങ്ങളുടെ നടത്തിപ്പിനായി 19 സ്വകാര്യ IT സ്ഥാപനങ്ങളെ എംപാനൽ ചെയ്യാൻ ഉത്തരവിട്ടുള്ള രേഖകളും അദ്ദേഹം പുറത്തുവിട്ടു.